മക്കളെ, നമ്മളിതിനു മുമ്പ് ബേസിക്കലി കണ്ടിട്ടുള്ള സാറിൻ്റെ പോളിനോമിയൽസിലെ വീഡിയോസിൽ വാല്യൂ ഓഫ് പോളിനോമിയൽ എന്താണ്, നമ്മൾ ഈ പോളിനോമിയൽ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ വീഡിയോയിൽ തന്നെ സാറ് വാല്യൂ ഓഫ് പോളിനോമിയൽ പറഞ്ഞു. പി എക്സിന് ഒരു വാല്യൂ തരും, അതിനുശേഷം എക്സ് ഈക്വൽ ടു എയിൽ വാല്യൂ ഓഫ് പോളിനോമിയൽ എന്താണെന്ന് ചോദിച്ചാൽ ആ പി എക്സിനകത്ത് എക്സിന് പകരം എ കൊടുത്തിട്ട് പി എക്സിന് കിട്ടുന്ന വാല്യൂ ആണ് വാല്യൂ ഓഫ് പോളിനോമിയൽ. അപ്പം നമുക്ക് അതുപോലെയുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. സി, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി പോളിനോമിയൽ. പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട് 5x മൈനസ് 4x² പ്ലസ് 3 അറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു -1, എക്സ് ഈക്വൽ ടു 2. നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എക്സ് ഈക്വൽ ടു -1, എക്സ് ഈക്വൽ ടു -1 എന്ന് പറയുമ്പോൾ നമുക്കിതിൽ വാല്യൂ ഓഫ് പോളിനോമിയൽ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ പി എക്സ് എടുക്കുക. പി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 5x മൈനസ് 4x² പ്ലസ് 3 മൈനസ് 4x² പ്ലസ് 3. ഇതിനകത്ത് എക്സ് ഈക്വൽ ടു -1 കൊടുത്താൽ മതി. അപ്പം നമുക്ക് 5 ഇൻറ്റു -1 മൈനസ് 4 ഇൻറ്റു -1² പ്ലസ് 3. ഇനിയിപ്പം നമ്മളിത് തെറ്റാതെ ചെയ്യണം, ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. നമുക്കിത് ചെയ്യാനായിട്ട് നമുക്കറിയാം എക്സ് ഈക്വൽ ടു -1 ഇതിൽ കൊടുത്താൽ മതിയെന്ന്. പക്ഷേ നമ്മളിത് മിസ്റ്റേക്ക് വരാതെ ചെയ്യണം. അതിനു മുമ്പ് സാർ ഒരു കാര്യം പറയാം. ബോട്ട്മാസ് റൂൾ. ബോട്ട്മാസ് റൂൾ മക്കൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. BODMAS. ഇത് നമുക്ക് കണക്ക് ചെയ്യുന്ന ഓർഡറാണ് ഈ കാണിക്കുന്നത്. എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, എ എന്ന് പറഞ്ഞാൽ അഡീഷൻ, എസ് എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ, ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, ബി ബ്രാക്കറ്റ് ഒ ഓഫ്. ഇത് സാറ് വളരെ ക്ലിയർ ആയിട്ട് എക്സാമ്പിൾസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ബേസിക് ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്ന സാറിൻ്റെ ഒരു പാക്കേജ് 10ാം ക്ലാസ്സിലെ CBSEയിൽ ആദ്യത്തെ ചാപ്റ്ററായിട്ട് സാർ എടുത്തിട്ടുണ്ട്. അപ്പം മക്കളെല്ലാവരും ആ 10ാം ക്ലാസ്സിലെ CBSEയുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാൽ സാർ ഒരു പാക്കേജായിട്ട് ബേസിക് ഫണ്ടമെൻ്റൽസ് മാത്രം സാർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അഡീഷൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം 5 ഇൻറ്റു -1 ചെയ്യണം. അപ്പം നമുക്ക് -5 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് -4 ഇൻറ്റു -1ൻ്റെ സ്ക്വയർ, -1ൻ്റെ സ്ക്വയർ 1 ആണ്. അപ്പം -4 ഇൻറ്റു 1 എന്ന് പറയുമ്പം -4 വരും, പ്ലസ് 3 എന്ന് വരും. ഇനി ഇതെങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ മൈനസുകളെല്ലാം കൂടി ഒന്നിച്ചെടുക്കണം. -5 -4 എന്ന് പറഞ്ഞാൽ -9 ആണ്. -9 പ്ലസ് 3, അപ്പം നമുക്ക് -6. -9 പ്ലസ് 3 എന്ന് പറയുമ്പോൾ -6. ഇതൊക്കെ ഈ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സൈനുകളൊക്കെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും എല്ലാം ബേസിക് ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞ സാറിൻ്റെ പാക്കേജിനകത്ത് വ്യക്തമായിട്ട് സാർ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ മക്കൾ 10ാം ക്ലാസ്സിലെ CBSEയുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് ഫണ്ടമെൻ്റൽ എല്ലാവരും പഠിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 0. ഇത് രണ്ടും പി എക്സിനകത്ത് കൊടുത്തിട്ട് ആൻസർ കിട്ടുന്നത് സാറിനെ കമൻ്റ് ആയിട്ട് മക്കൾ എഴുതി അറിയിക്കണം. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇവിടെ കുറച്ച് പ്രാക്ടീസ് തന്നിരിക്കുകയാണ്. P0 കാണണം, P1 കാണണം, P2 കാണണം ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 തന്നിട്ടുണ്ട്. P0 കാണാൻ വേണ്ടിയിട്ട് ഈ വൈക്ക് പകരം 0 കൊടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഈ 4 വൈക്ക് പകരം 0 കൊടുത്ത് മക്കൾ ചെയ്യണം. P1 കാണാനായിട്ട് ഈ വൈക്ക് പകരം 1 കൊടുത്ത് ഈ 4 പ്രാക്ടീസ് ചെയ്യണം. വളരെ സിമ്പിളാണ്, ജസ്റ്റ് വാല്യൂ കൊടുത്താൽ മാത്രം മതി. ഇനി P2, ആ P2 കാണാൻ വേണ്ടി ഇത് ഓരോന്നിലും ആ വേരിയബിളിന് പകരം നമ്മൾ 2 കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു സിമ്പിളായിട്ട് ഒരെണ്ണം നോക്കാം. ഇതിനകത്ത് നമുക്ക് P2 എന്ന് കാണാം. P2 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അവിടെയും സാറ് പറഞ്ഞ പോലെ
നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷേ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരരുത്. ദാ 2+, അവിടെ നമ്മൾ 2 തന്നെ എഴുതി. ടി ആണ് ഇവിടുത്തെ വേരിയബിള്, അപ്പം ടിക്ക് പകരം 2 കൊടുത്തു. 2t², അതായത് 2 × 2² മൈനസ് t³ എന്ന് പറയുമ്പോൾ 2³ അവിടെ എന്താ സാർ ചെയ്തത്? ഈ ടിക്ക് പകരം 2 കൊടുത്തു. പക്ഷേ ഇനിയുള്ള കാൽക്കുലേഷൻ ക്ലിയർ ആയിരിക്കണം. 2 + 2 4 വന്നു. ഇനി 2 × 2². ആദ്യം നമ്മൾ 2² 4 ആണ്. അപ്പം 2 × 4 എന്ന് പറയുമ്പം 8. സാർ നേരത്തെ പറഞ്ഞ പോലെ ബോട്ട്മാസ് റൂള്, ആദ്യം ഈ മൾട്ടിപ്ലിക്കേഷനിൽ കഴിഞ്ഞിട്ടേ സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ പാടുള്ളൂ. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ BODMAS, M മൾട്ടിപ്ലിക്കേഷൻ, A അഡീഷൻ, S സബ്ട്രാക്ഷൻ. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ കഴിയണം, പിന്നെ അഡീഷൻ കഴിയണം, അത് കഴിഞ്ഞിട്ട് സബ്ട്രാക്ഷൻ. അപ്പം നമുക്കിവിടെ 8 കിട്ടി. മൈനസ് ഇനി 2³ എത്രയാണ്? 2 × 2 × 2 8 വരും. അപ്പം ഇവിടെ തന്നെ 8 ക്യാൻസൽ ആയാൽ ആൻസർ 4 എന്ന് വരും. അപ്പം നമുക്ക് ഇത്രയും പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവർ അവസരം തന്നിരിക്കുന്നത്, നമുക്കത് ചെയ്ത് ഒരിക്കലും മിസ്റ്റേക്ക് വരാതെ പ്ലസും മൈനസും ഇൻറ്റും ബൈയും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും എക്സാമ്പിൾസ് പ്രാക്ടീസിനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും P0-യും P1-ഉം P2-ഉം ഈ 4 എണ്ണത്തിലും മക്കൾ തന്നെ ഒരു പേപ്പറിൽ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ സാറിനെ കമൻ്റായിട്ട് സാറിനെ എഴുതി അറിയിക്കണം. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ സുഹൃത്തുക്കളിലേക്കും സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.